നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജീവിനെ പരിഹസിച്ച റിയാസിന്റെ ഏർപ്പാടിൽ പിണറായിക്കുള്ളിൽ തീയാളുകയാണ്. കാരണം കേസുകളിൽ നിന്ന് വീണയെ ഊരിയെടുക്കുന്നതിനാണ് കേന്ദ്രത്തോട് നട്ടെല്ല് വളച്ച് ഇരട്ടച്ചങ്കൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. എല്ലാം നശിപ്പിക്കുകയാണ് റിയാസ്. ഇതിപ്പോൾ വീണയെ കേന്ദ്ര ഏജൻസികൾ തൂക്കിയെടുക്കാൻ റിയാസ് തന്നെ പണിയെടുക്കുന്നത് പോലെയുണ്ട്. പ്രതിപക്ഷത്തുള്ളവരെ പോലും വിഴിഞ്ഞം പരിപാടിയിൽ അടുപ്പിക്കാതെ മോദിയെ കൊണ്ടിരുത്തി സുഖിപ്പിച്ചത് പിണറായിയാണ്. അതേ വേദിയിൽ BJP അധ്യക്ഷനെ മരുമകൻ അപമാനിച്ചത് 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമോ എന്ന് മുഖ്യന് ചങ്കിടിപ്പ്. അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഈ സമയം സംസ്ഥാന സർക്കാർ എതിർപ്പൊന്നും അറിയിച്ചിരുന്നില്ല. അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെ തന്റെ മരുമകൻ കൂടിയായ റിയാസ് പൊട്ടിത്തെറിച്ചത് വിവാദത്തിന് പുതിയ തിരികൊളുത്തി. അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറിനെയും സാങ്കേതിക അർത്ഥത്തിൽ ക്ഷണിച്ച് വേദിയിൽ ഇരുത്തിയത് പിണറായി സർക്കാർ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിലാണ് നീരസം മുഖ്യമന്ത്രിക്കുള്ളത്. CMRL കേസിൽ മകൾ വീണ വിജയൻ പ്രതിസ്ഥാനത്താണ്. കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് കേന്ദ്രത്തെ പിണക്കാൻ പിണറായിക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിൽ BJP അധ്യക്ഷനെ ഒരു മന്ത്രി തന്നെ ട്രോളിയത് ശരിയായില്ല എന്ന വിലയിരുത്തലാണ് CPMലെ ചിലർക്കും പിണറായിക്കും ഉള്ളത്. മരുമകനെതിരെ പിണറായി ഇടഞ്ഞു, തൂക്കിയെടുത്ത് ക്ലിഫ് ഹൗസിന് പുറത്തിടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പരിഹാസമായി ഉയരുന്നുണ്ട്. CMRL അത്ര നിസ്സാര വിഷയമല്ല. കേസ് വീണയ്ക്കും 8ന്റെ പണി കിട്ടുന്നത് തന്നെയാണ്. എന്നാൽ ഇതുവരെയും വീണയെ അതിൽ അറസ്റ്റ് ചെയ്യാത്ത നടപടി അത് കേന്ദ്രം കളിക്കുന്ന കളി തന്നെയാണ്. അതായത് പിണറായി വിജയനെ ഇട്ടൊന്ന് വട്ടം കറക്കണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് കിട്ടുന്നതിന് അതൊരു ആയുധമാക്കി എടുക്കാൻ തന്നെയാണ് BJP ശ്രമിക്കുന്നത്. CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ 3334 ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റിന്റെ കണക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച SFIO പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ CMRL എത്ര രൂപ വീതം നൽകിയെന്ന കണക്കുള്ളത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL ഉൾപ്പെടെ കേരളത്തിലെ 12 സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നു. കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച BJP നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം CBI അന്വേഷണം ആവശ്യപ്പെട്ട് SFIOയ്ക്ക് ശനിയാഴ്ച കത്ത് നൽകി. ഇത് അതിനിർണായക നീക്കം തന്നെയാണ്. ഇതിനു പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചതടക്കം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചില CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ SFIO കേസിലെ നടപടികൾ മുൻപോട്ടു പോകാത്തത്. ഇത് സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് തടഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ കളിയാക്കരുതായിരുന്നു എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പോലും വിലയിരുത്തുന്നത്. അതായത് റിയാസിന്റെ കടന്ന കൈ പ്രയോഗമായി പോയി എന്ന് ചുരുക്കം. സ്വന്തം ഭാര്യയെ കുടുക്കുന്നതിന് ഭർത്താവ് തന്നെ പണിയെടുക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ അന്നത്തെ BJP അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന് പ്രത്യേക പരിഗണന കിട്ടി. അന്ന് കുമ്മനടി എന്ന് വിളിച്ച് CPM വ്യാപക പരിഹാസങ്ങളുണ്ടാക്കി. എന്നാൽ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖറിനെ കളിയാക്കാൻ ചന്ദ്രനടി എന്ന പ്രയോഗം ചർച്ചയാക്കാനായിരുന്നു CPM സൈബർ സഖാക്കൾ ശ്രമിച്ചത്. അത്തരം പ്രചരണം തുടങ്ങിയെങ്കിലും അത് വ്യാപകമായി സൈബർ സഖാക്കൾ ഏറ്റുപിടിച്ചില്ല. കാരണം പിണറായി അതിന് വിലക്കിട്ടു എന്നാണ് വിവരങ്ങൾ. അതായത് രാജീവ് ചന്ദ്രശേഖറിനെ തൊടുന്നത് അത്ര നല്ലതിനല്ല എന്ന്. മകളുടെ കയ്യിൽ വിലങ്ങ് വീഴുമോ എന്നുള്ള പേടി കൊണ്ട് ഇപ്പോൾ BJPക്കാരെ അടപടലം ഭയപ്പെടുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അവരെ ആരെയും ഒന്നും പറയാൻ പിണറായി തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വേദിയിൽ ഇരിക്കേണ്ടവരുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരെഴുതി ചേർത്തപ്പോൾ പോലും പിണറായി അതിനെ എതിർക്കാതിരുന്നത്. കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ് SFIO നടത്തിയത്. വീണയുടെ കമ്പനിക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഉൾപ്പെടെ CMRL പണം നൽകിയത് എന്തിന് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. കരിമണൽ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈക്കൂലി കൈപ്പറ്റുകയായിരുന്നുവെന്ന് ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചുവിട്ടത്. അഴിമതി നിരോധന നിയമപ്രകാരം ഇത് അന്വേഷിക്കേണ്ടത് CBI ആണെന്നുകൂടി ഷോൺ ജോർജ് പൊട്ടിച്ചതോടെ പിണറായിക്ക് അത് 8ന്റെ പണിയായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ്.
കള്ളപ്പണം വെളുപ്പിക്കൽ ഭാഗം അന്വേഷിക്കേണ്ടത് ഇഡിയുമാണ്. സെബി അന്വേഷിക്കേണ്ട ഇടപാടുകളുമുണ്ട്. ഈ ഏജൻസികളെ എല്ലാം തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കാൻ SFIOയ്ക്ക് സാധിക്കും. ഇതിനാണ് കത്ത് നൽകിയിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സേവനവും വീണയുടെ കമ്പനി CMRLന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വീണയുൾപ്പെടെ മൊഴിയായി അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ 31ാം ഖണ്ഡികയിൽ വീണയും എക്സാലോജിക്കും CMRL IT മേധാവിയും ഇങ്ങനെ മൊഴി നൽകിയെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വീണയുടെ മൊഴിയും ഷോൺ ജോർജ് പുറത്തുവിട്ടു. എന്നാൽ ഷോൺ ജോർജിന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്നാൽ വീണ എന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു മൊഴി ഞാൻ SFIOയ്ക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. എന്നാൽ ഷോൺ ജോർജ് പുറത്തുവിട്ട ചില രേഖകൾ പുറത്തു വന്നതോടുകൂടി വീണയുടെ വിശദീകരണം പ്രതിക്കൂട്ടിലായി. അതായത് വീണ പറഞ്ഞത് പച്ചക്കള്ളം ആണ് എന്നാണ് വിവരങ്ങൾ. വീണയെ സംരക്ഷിക്കാൻ എല്ലായ്പ്പോഴും CPM പുറത്തെടുക്കുന്ന ആയുധം എന്താണ്? 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത്. അതിന് പൈസ വാങ്ങിയതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്ന് CPM നേതൃത്വത്തിന്റെ വാദം. എന്നാൽ CPMന്റെ പിരിവെട്ടിക്കുന്ന ഒരു വിവരമുണ്ട്. 2021 ആദായ നികുതി വകുപ്പിന് റെയ്ഡ് നടക്കുന്നതുവരെ ഇരു കമ്പനികളും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഇമെയിൽ ആശയവിനിമയങ്ങൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് അസ്വാഭാവികമാണെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. ഇതോടെ CMRL കേസിന് പുതിയ മാനങ്ങളും കൈവന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വീണ വിജയൻ അടപടലം പെട്ടു നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും SFIO 8ന്റെ പണി കൊടുക്കും. CBIയും EDയും എല്ലാം ഒന്ന് പിടിമുറുക്കിയാൽ വീണയുടെ കയ്യിൽ വിലങ്ങ് വീഴും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. എന്നാൽ അത്തരം ഒരു നീക്കം ഇപ്പോൾ വേണ്ട എന്ന് അന്വേഷണ ഏജൻസികളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കേന്ദ്രമാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ അപമാനിച്ചതിലൂടെ ഒരു വലിയ പോരിന് CPM പ്രത്യേകിച്ച് റിയാസ് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അത്ര നിസ്സാരമായി കാണാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകില്ല. റിയാസിനെ തൂക്കാൻ വീണയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിപത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പിണറായി വിജയനെ അലട്ടുന്നത്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച് സമൂഹ മാധ്യമ പോസ്റ്റുമായി മന്ത്രി റിയാസ് രംഗത്ത് വന്നിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദിയിൽ വലിഞ്ഞു കയറി രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു എന്നാണ് റിയാസ് പറഞ്ഞു വെച്ചത്. റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെല്ലാം സദസ്സിലായിരുന്നു ഇരിപ്പിടം കിട്ടിയത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ വേദിയിൽ കൊണ്ടിരുത്തിയതാണ് റിയാസിനെ ചൊടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനങ്ങനെ കൊണ്ടിരുത്തിയെന്ന് പിണറായി വിജയനോടല്ലേ പോയി മരുമകൻ ചോദിക്കേണ്ടത്? അതിനു പകരം പോസ്റ്റ് ഇട്ട് കളിക്കുകയും രാജീവ് ചന്ദ്രശേഖറിനെ അപമാനിക്കുകയുമാണ് ചെയ്തത്. ഇത് ഭാര്യയ്ക്ക് പണിയാകും എന്നെങ്കിലും റിയാസ് ഓർക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ ഒക്കെ വരുന്നത്.